എന്താണ് ഒരു SEO ഓഡിറ്റ് റിപ്പോർട്ട്? അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? അതെങ്ങനെ പ്രിപ്പയർ ചെയ്യാം? അതിന് ഹെൽപ്പ് ചെയ്യുന്ന ടൂൾസ് എന്തൊക്കെയാണ്? തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു വെബ്സൈറ്റിന്റെ SEO ആയി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും അതിലുള്ള ഇഷ്യൂസ് ആൻഡ് പ്രോബ്ലംസ് കണ്ടുപിടിക്കുന്നതിനും വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ് SEO ഓഡിറ്റ് റിപ്പോർട്ട്. ഒരു ബെറ്റർ ആയിട്ടുള്ള SEO സ്ട്രാറ്റജി പ്ലാൻ ചെയ്യണമെങ്കിൽ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് നിർബന്ധമാണ്. ഉദാഹരണത്തിന് നമ്മളൊരു ഡോക്ടറുടെ അടുക്കിലേക്ക് പോവുകയാണെന്ന് കരുതുക. നമ്മളെ കണ്ട ഉടനെ ഡോക്ടർ ഒരിക്കലും നമുക്ക് മരുന്ന് തരില്ല. നമ്മുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ച് അത് ഡോക്ടർ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ നമുക്ക് മരുന്ന് എഴുതി തരുള്ളൂ. അതേപോലെ ഒരു വെബ്സൈറ്റിന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരു SEO ഓഡിറ്റ് റിപ്പോർട്ട് നിർബന്ധമാണ്. പ്രധാനമായും 2 സന്ദർഭങ്ങളിലാണ് നമ്മൾ ഒരു SEO ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഒന്ന്, അറ്റ് ദ സ്റ്റാർട്ടിംഗ് ഓഫ് എൻ SEO പ്രോജക്റ്റ്. നമുക്കൊരു പുതിയ SEO ക്ലയന്റ് വരികയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു ഫുൾ SEO ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. SEOയുടെ ഭാഗമായി നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുന്നതിന് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. 2, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു SEO പ്രൊജക്റ്റിൽ 6 മന്ത് അല്ലെങ്കിൽ 1 ഇയർ കൂടുമ്പോൾ ഒരു SEO ഓഡിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മുടെ സ്ട്രാറ്റജി വർക്ക് ആവുന്നുണ്ടോ, ഇംപ്ലിമെന്റേഷൻ പ്രോപ്പർ ആണോ, അതിലെന്തെങ്കിലും ചേഞ്ചസ് വരുത്തണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസൈഡ് ചെയ്യുന്ന ഇത് ഹെൽപ്പ് ചെയ്യും. അടുത്തതായി ഒരു SEO ഓഡിറ്റ് റിപ്പോർട്ടിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കണമെന്ന് നമുക്ക് നോക്കാം. ഇനി പറയാൻ പോകുന്ന 4 സെക്ഷൻസ് നിർബന്ധമായും ഒരു SEO ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉണ്ടാവണം. ഫസ്റ്റ് വൺ, ടെക്നിക്കൽ SEO. വെബ്സൈറ്റ് സ്പീഡ്, മൊബൈൽ ഫ്രണ്ട്ലിനെസ്, ക്രോളിംഗ് എറേഴ്സ്, ഇൻഡെക്സിംഗ് ഇഷ്യൂസ്, സൈറ്റ് മാപ്പ്, robots.txt തുടങ്ങിയ ടെക്നിക്കൽ കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ ഉണ്ടാവേണ്ടത്. രണ്ടാമത്തെ സെക്ഷനിൽ ഓൺ പേജ് SEO ആയി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഉണ്ടാവേണ്ടത്. മെറ്റാ ടൈറ്റിൽ, മെറ്റാ ഡിസ്ക്രിപ്ഷൻ, ഹെഡിംഗ് സ്ട്രക്ചർ, കീവേഡ് യൂസേജ്, ഇന്റേണൽ ലിങ്കിങ് തുടങ്ങിയ ഓൺ പേജ് പാരാമീറ്റേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ സെക്ഷനിൽ ഉണ്ടാവണം. മൂന്നാമത്തെ സെക്ഷൻ കണ്ടന്റ് ഓഡിറ്റ് ആണ്. വെബ്സൈറ്റിലെ കണ്ടന്റിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് കണ്ടന്റ് ഉണ്ടോ, കീവേഡ് ടാർഗറ്റിംഗ് അല്ലെങ്കിൽ കീവേഡ് മാപ്പിംഗ് പ്രോപ്പർ ആണോ, തിൻ കണ്ടന്റ്സ് ഉണ്ടോ, ബ്ലോഗ് പെർഫോമൻസ് എങ്ങനെയുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സെക്ഷനിൽ ഉണ്ടാവേണ്ടത്. അവസാനത്തെ സെക്ഷനാണ് ഓഫ് പേജ് SEO ഓഡിറ്റ്. നമ്മുടെ വെബ്സൈറ്റിന് എത്രത്തോളം ബാക്ക് ലിങ്ക്സ് ഉണ്ട്, അതിന്റെ ക്വാളിറ്റി എങ്ങനെയാണ്, സ്പാം ലിങ്ക്സ് ഉണ്ടോ, ഡൊമൈൻ അതോറിറ്റി ഉണ്ടോ, എത്രത്തോളം റെഫറിംഗ് ഡൊമൈൻസ് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടത്. നമ്മൾ ഈ പറഞ്ഞ 4 സെക്ഷനിലും അതിലുള്ള ഇഷ്യൂസ് എന്താണ്, അതിന്റെ ഇമ്പാക്ട് എത്രത്തോളമാണ്, അതിന്റെ സൊല്യൂഷൻ എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്യണം. ഇനി നമുക്ക് SEO ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തതിന് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടൂളുകൾ നോക്കാം. ടൂളുകൾ ഉപയോഗിക്കുന്നതിന്റെ പ്രധാന ഗുണം എന്നുള്ളത് നമ്മൾ മാനുവലായി കണ്ടുപിടിക്കേണ്ട പലതും നമുക്ക് ഈസിയായി ലഭിക്കും എന്നുള്ളതാണ്. ഒന്നാമത്തേത് SEO ഒപ്റ്റിമർ എന്നൊരു വെബ്സൈറ്റ് ആണ്. ഈ ഒരു വെബ്സൈറ്റിലേക്ക് വന്ന് നമ്മുടെ വെബ്സൈറ്റിന്റെ URL പേസ്റ്റ് ചെയ്ത് ഓഡിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിനെ കുറിച്ചുള്ള ഒരു ബേസിക് ഔട്ട്ലൈൻ നമുക്ക് ഇവിടെ ലഭിക്കും. അതും ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആയിട്ട് നമുക്ക് ലഭിക്കാം. സോ ഇത് തന്നെ നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇവിടെ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിന്റെ ഒരു ഓവറോൾ സ്കോറും നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഡിവിജ്വൽ സെക്ഷൻസിന്റെ ഒരു സ്കോറും നമുക്ക് ലഭിക്കും. ഇനി താഴേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഉള്ള റെക്കമെൻഡേഷൻസ്, പിന്നെ ഓരോ സെക്ഷൻസിലുമുള്ള ഇൻസൈറ്റ്സ് തുടങ്ങിയ കാര്യങ്ങളും നമുക്ക് ഈസിയായി ലഭിക്കും. വെബ്സൈറ്റ് സ്പീഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നതിന് ഗൂഗിളിൽ തന്നെ പേജ് സ്പീഡ് ഇൻസൈറ്റ് എന്ന ടൂൾ നമുക്ക് യൂസ് ചെയ്യാം. ഇതിൽ നമ്മുടെ വെബ്സൈറ്റ് കൊടുത്ത് നമുക്ക് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഡെസ്ക്ടോപ്പിലും മൊബൈൽ വേർഷനിലും എത്രത്തോളമാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ സ്പീഡ് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. കൂടാതെ നമ്മുടെ വെബ്സൈറ്റിന്റെ സ്പീഡ് ബെറ്റർ ആക്കുന്നതിന് ആവശ്യമായ റെക്കമെൻഡേഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടൂളാണ് സ്ക്രീമിംഗ് ഫ്രോഗ്. ഇതൊരു സോഫ്റ്റ്വെയർ ആണ്. നമുക്ക് അവരുടെ വെബ്സൈറ്റിൽ പോയി ഫ്രീ ആയി ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സ്ക്രീമിംഗ് ഫ്രോഗ് വഴി നമുക്ക് ധാരാളം ഇൻഫർമേഷൻസ് ലഭിക്കും. ഉദാഹരണത്തിന് നമുക്ക് നമ്മുടെ വെബ്സൈറ്റിലുള്ള എല്ലാ പേജസിന്റെയും മെറ്റാ ടൈറ്റിൽസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് സിമ്പിളായിട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ മെറ്റാ ഡിസ്ക്രിപ്ഷൻസ്, H1 ടാഗ്സ് ഇതൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് നമ്മുടെ SEO ഓഡിറ്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണെങ്കിൽ ഇവിടെ കാണുന്ന ഇഷ്യൂസ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്താൽ ഈ വെബ്സൈറ്റിനുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ആൻഡ് പ്രോബ്ലംസ് നമുക്ക് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഈ ഒരു വെബ്സൈറ്റിൽ എത്രത്തോളം ഇമേജസിന് ആർട്ട് ടെക്സ്റ്റ് മിസ്സിംഗ് ആണെന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. മെറ്റാ ഡിസ്ക്രിപ്ഷൻ 155 ക്യാരക്ടേഴ്സിൽ കൂടുതലുള്ള എത്ര പേജസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾ ഇതുവരെ സ്ക്രീമിംഗ് ഫ്രോഗ് എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക. വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ബാക്ക് ലിങ്കുമായി ബന്ധപ്പെട്ട ഇൻഫോർമേഷൻസിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വെബ്സൈറ്റാണ് ഊബർ സജസ്റ്റ്. ഇതൊരു പെയ്ഡ് ടൂൾ ആണെങ്കിലും ഡെയിലി 3 സെർച്ചസ് വരെ നമുക്ക് ഫ്രീ ആയി ഉപയോഗിക്കാം. ഊബർ സജസ്റ്റിൽ ലോഗിൻ ചെയ്തതിന് ശേഷം ബാക്ക് ലിങ്ക് ഓവർവ്യൂ എന്ന ടാബിലേക്ക് വന്ന് നമ്മുടെ വെബ്സൈറ്റിന്റെ URL ഇവിടെ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിന് എത്രത്തോളം ബാക്ക് ലിങ്ക്സ് ഉണ്ട്, അതിന്റെ റെഫറിംഗ് ഡൊമൈൻസ് എത്രത്തോളം ഉണ്ട്, ഡൊമൈൻ അതോറിറ്റി എത്രയാണ് എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കിട്ടും. കൂടാതെ ആ ബാക്ക് ലിങ്ക്സ് ഏതൊക്കെയാണ്, അതിന്റെ സ്പാം സ്കോർ എത്രയുണ്ട്, ആ റെഫറിംഗ് ഡൊമൈൻസിന്റെ ഡൊമൈൻ അതോറിറ്റി എത്രയാണ്, നമുക്ക് റീസെന്റ് ആയിട്ട് എത്രത്തോളം ബാക്ക് ലിങ്ക്സ് കിട്ടിയിട്ടുണ്ട്, എത്രത്തോളം നഷ്ടപ്പെട്ടിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളും നമുക്ക് ഊബർ സജസ്റ്റിലൂടെ ലഭിക്കും. കൂടാതെ ഇനിയും നമുക്ക് ധാരാളം ടൂൾസ് അവൈലബിൾ ആണ്. സെംറച്ച്, എച്ച്റഫ് തുടങ്ങിയ ടൂളുകൾ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ അതൊക്കെ പെയ്ഡ് ടൂൾസുകളാണ്.
SEO ഓഡിറ്റ് റിപ്പോർട്ട് ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്ന്, നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത ഇഷ്യൂസിന്റെ പ്രയോറിറ്റി, അതായത് ഹൈ ആണോ, മീഡിയം ആണോ, ലോ ആണോ എന്നുള്ളത് നമ്മൾ നിർബന്ധമായും മെൻഷൻ ചെയ്യണം. കൂടാതെ ഇത് സോൾവ് ചെയ്യുന്നതിനുള്ള ആക്ഷൻ പ്ലാൻ അല്ലെങ്കിൽ ടൈം ലൈൻ കൂടി ആഡ് ചെയ്യുന്നത് നല്ലതാണ്. റിപ്പോർട്ടിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഇഷ്യൂസിന്റെ ഇമ്പാക്റ്റ് എന്താണ്, അതിന്റെ സൊല്യൂഷൻ എന്താണ് എന്നുള്ള കാര്യങ്ങളിലായിരിക്കണം. ഒരു ഗുഡ് SEO ഓഡിറ്റ് റിപ്പോർട്ട് എന്നുള്ളത് ഡാറ്റ ഓറിയന്റഡ് ആയ ആക്ഷനബിൾ ആയ റിപ്പോർട്ട് ആയിരിക്കണം. ആർക്ക് വായിച്ചാലും പെട്ടെന്ന് മനസ്സിലാവുന്ന രൂപത്തിലായിരിക്കണം നമ്മൾ അതിന്റെ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യേണ്ടത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു SEO ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇതിലെന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ്സായി ചോദിക്കാവുന്നതാണ്. താങ്ക്